ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹീസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നമ്മൾ ഇലക്ട്രോണിനെ പോലെയുള്ള വളരെ ചെറിയ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും അതേപോലെ അതിൻ്റെ സ്പീഡ് വെലോസിറ്റിയും ഒരേ സമയത്ത് ആക്യുറേറ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് ഹീസൻബർഗ് പറയുന്നത്. എന്താ പറഞ്ഞത്? ഇലക്ട്രോണിനെ പോലെ ഒരു ചെറിയ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത്, അതേ സമയത്ത് നമുക്ക് എന്തും കണ്ടുപിടിക്കണം, അതിൻ്റെ സ്പീഡ് എത്രയാണ്, വെലോസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ മൊമെൻറ്റം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് ഒരേപോലെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഹീസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ നോക്കാം, അത് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പിന്നെ പറയാം. ഇപ്പം ഞാൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഈ റീസൺ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ഇലക്ട്രോണിൻ്റെ സ്മോൾ ടിനി ഒബ്ജക്റ്റാണ്, ടിനി പാർട്ടിക്കിളാണ്. അങ്ങനെയുള്ള വളരെ ചെറിയൊരു പാർട്ടിക്കിളിൻ്റെ നമ്മൾ പൊസിഷൻ കണ്ടെത്തണം, എവിടെയാണെന്ന് കണ്ടെത്തണമെങ്കിൽ പവർഫുള്ളായിട്ടുള്ള റേഡിയേഷൻ ഉപയോഗിക്കേണ്ടി വരും. പവർഫുൾ റേഡിയേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ചെറിയൊരു സബ്സ്റ്റൻസും പോയി, വലിയതൊന്നും പോയി, ഒരു ബോളും ഒരു സൂചിയും പോയി. ബോൾ ഡിറ്റക്റ്റ് ചെയ്യാൻ മങ്ങിയ വെളിച്ചം മതി, പക്ഷേ ഒരു സൂചി കണ്ടെത്തണമെങ്കിൽ, നീഡിൽ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം, വളരെ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോണിനെ പോലെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിളിനെ കണ്ടെത്തണമെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള റേഡിയേഷൻസ് ഉപയോഗിക്കണം. ആ റേഡിയേഷൻസ്, അങ്ങനെയുള്ള റേഡിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഈ റേഡിയേഷൻ തട്ടുന്നതോട് കൂടിയിട്ട് ആ പാർട്ടിക്കിൾ അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ സ്പീഡിൽ അങ്ങോട്ട് മൂവ് ചെയ്യും. അത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കോട്ടി കളിക്കുമ്പോൾ മാർബിൾ ഗോലി ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു കോട്ടിയെ മറ്റൊരു കോട്ടി കൊണ്ട് എറിയും. തട്ടുന്നതോട് കൂടിയിട്ട് മറ്റേ കോട്ടി അങ്ങോട്ട് തെറിച്ച് പോകും. അതിൻ്റെ സ്പീഡ് വെലോസിറ്റി കൂടി, വേഗത കൂടി, അല്ലേ? അതുവരെ നിന്ന് സ്റ്റില്ലായിട്ട് നിൽക്കുകയായിരുന്നു, അതിൻ്റെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതേപോലെ മൂവ് ചെയ്യുന്നതാണെങ്കിലോ ഒന്ന് സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പൊസിഷൻ ഡിറ്റക്റ്റ് ചെയ്താലും അവിടെ വെലോസിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ആയിക്കോട്ടെ, പവർഫുള്ളായിട്ടുള്ള റേഡിയേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടി പവർ കുറഞ്ഞൊരു റേഡിയേഷൻ ഉപയോഗിച്ച് നമ്മൾ വെലോസിറ്റി കണ്ടെത്തുന്നു. പക്ഷേ വെലോസിറ്റി മാറ്റം വരില്ല, കാരണം പവറില്ലാത്ത റേഡിയേഷൻ ആകുമ്പോൾ തട്ടിയത് വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ കണ്ടെത്താൻ നമുക്ക്, എവിടെയാണെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. അപ്പോൾ നമുക്കെന്താണ്, പവർഫുൾ റേഡിയേഷൻ ഉപയോഗിക്കാൻ പൊസിഷൻ കറക്റ്റായിട്ട് കണ്ടെത്തിയാലും അപ്പോൾ വേഗത കൂടും, സ്പീഡ് കൂടും, അതുകൊണ്ട് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി വെലോസിറ്റി കണ്ടെത്തണമെന്ന് കരുതി പവർ കുറഞ്ഞിട്ടുള്ള റേഡിയേഷൻ ഉപയോഗിക്കുകയാണെങ്കിലോ അപ്പോൾ അവിടെ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ അൺസർട്ടനിറ്റിയെ, ഈ തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയെയാണ് ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം കേട്ടോ. സൈമുൾട്ടേനിയസ് ആൻഡ് ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ സ്മോൾ പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ ഈസ് ഇമ്പോസിബിൾ. ഇലക്ട്രോണിനെ പോലെയുള്ള സ്മോൾ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും അതേപോലെ മൊമെൻറ്റവും സൈമുൾട്ടേനിയസ് ആയിട്ട് ഒരു സമയത്ത് ആക്യുറേറ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതിനെയാണ് ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിന് ഹീസൻബർഗ് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ h/4π. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ആക്യുറേറ്റ് ആയിട്ട്, മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, മൊമെൻറ്റം പി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. അപ്പോൾ വെലോസിറ്റി സ്പീഡിനെ അനുസരിച്ചിട്ടാണ് മൊമെൻറ്റം ഉണ്ടാകുക. അപ്പോൾ മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് h/4π. ഇവിടെ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ആണ് നമ്മൾ സാധാരണയായിട്ട് പ്രോബ്ലം ചെയ്യുകയൊക്കെ വേണ്ടതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കണ്ടെത്തുക. ഇനി നെക്സ്റ്റ്
ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, എങ്ങനെയുള്ള പാർട്ടിക്കിളിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏതിനൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതാണ് എക്സാമിന് ചോദിക്കാറുണ്ട്. സിഗ്നിഫിക്കൻസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു h/4π. ഇനി ഡെൽറ്റ എക്സ് പൊസിഷന് മാറ്റമൊന്നുമില്ല, ഡെൽറ്റ എക്സ് അതേപോലെ തന്നെ എഴുതി. ഇനി ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, മൊമെൻറ്റം. ഇതിൽ മാസിൽ ചേഞ്ച് ഒന്നും വരില്ല. ഡെൽറ്റ പി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് മാത്രമേ ചേഞ്ച് വരികയുള്ളൂ? വെലോസിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, മാസ് സ്ഥിരമായിട്ട് നിൽക്കും. അതുകൊണ്ട് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4π. എഴുതിക്കൂടെ ഇങ്ങനെ? ഡെൽറ്റ എക്സ് ഡെൽറ്റ പി എന്നുള്ളത് മാസ് ഇൻറ്റു ഡെൽറ്റ വി എന്നെഴുതി, h/4π. ഇനി നോക്കുക, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എന്താണ്? മാസ് എന്താണ്? സ്റ്റേബിളാണ്, അൺസർട്ടിനിറ്റി അതിലില്ല. അതുകൊണ്ട് h/4π അല്ലെങ്കിൽ h/4π അല്ലെങ്കിൽ h/4π ഇൻറ്റു എം ഇങ്ങനെ എഴുതാം. ഇപ്പം നമുക്ക് ഇതിന് എന്താ മനസ്സിലാക്കണം? അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഏതിനെ ആശ്രയിച്ചിരിക്കും? മാസിനെ ആശ്രയിച്ചിരിക്കും. മാസ് കൂടിക്കൂടി വന്നാൽ എന്താ? ഡിനോമിനേറ്ററിലാണ് മാസ് കിടക്കുന്നത്. മാസ് കൂടിക്കൂടി വന്നാൽ ഈ വാല്യൂ ഇല്ലാതായി പോവും. അപ്പോൾ അൺസർട്ടനിറ്റി എങ്ങനെയുള്ളതിലേ നിലനിൽക്കുകയുള്ളൂ? വളരെ ചെറിയ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും വെലോസിറ്റിയും ഡിറ്റക്റ്റ് ചെയ്യുന്നതിൽ മാത്രമേ അൺസർട്ടനിറ്റി ഉള്ളൂ. ഇപ്പോൾ ഒബ്ജക്റ്റ് വലുതായി കഴിഞ്ഞാൽ എന്താണ്? അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിൽ അൺസർട്ടനിറ്റി ഇല്ല. ഇതിനെയാണ് ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.